Good morning, dear student. Next we have discussed about application of computer ആണ്. കമ്പ്യൂട്ടർ ഏതൊക്കെ മേഖലയിലാണ് അപ്ലൈ ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അതിൽ കുറച്ച് മേഖലകൾ ഇതിൽ പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. എല്ലായിടത്തും കമ്പ്യൂട്ടർ ഉണ്ട്, എല്ലാ മേഖലയിലുമുണ്ട്. എന്നിരുന്നാലും നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് മേഖലകളാണ് പറയുന്നത്. നോക്കുക, ബിസിനസ്സിൽ ഏതൊക്കെ രീതിയിലാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഓട്ടോമേറ്റഡ് ടാസ്ക്, അതുപോലെ ഇൻക്രീസിങ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും ഒക്കെ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തീരുമാനങ്ങൾ, ഡിസിഷൻ മേക്കിങ്ങിനും ഡാറ്റയെ അനലൈസ് ചെയ്തിട്ട് അതുപോലെ വിഷ്വലൈസ് ആക്കി മാറ്റാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ചെയ്ത് അതിനിലൂടെ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നു. ദെൻ നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ എമംഗ് ടീംസിനോട് കൊളാബറേറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ നടത്താനും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, ഓൺലൈൻ ട്രാൻസാക്ഷൻസുകളും അതുപോലെ കൊമേഴ്സും അഥവാ കൊമേഴ്സ് ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് കൊമേഴ്ഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, സപ്ലൈ ചെയിൻ ഓപ്പറേഷൻസുകളും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലൊക്കെ എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം നടക്കുന്നുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മുടെ ബിസിനസ്സിൽ നിർബന്ധമായിട്ടും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലെവലിൽ ഉണ്ടാവും എന്നുള്ളതാണ്. കമ്പ്യൂട്ടറിൻ്റെ അഭാവം ബിസിനസ്സിലുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്, ആ ബിസിനസ്സിനൊരു എൻഹാൻസ്മെൻറ്റ് അല്ലെങ്കിൽ അതിനൊരു ഗ്രോത്ത് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ബിസിനസ്സിൽ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട്, നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കമ്പ്യൂട്ടർ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു മേഖലയാണ് എഡ്യൂക്കേഷൻ ലെവൽ. എഡ്യൂക്കേഷൻ സെക്ടറിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് യൂസ്ഫുള്ളായിട്ട് കമ്പ്യൂട്ടർ ഉണ്ട് അല്ലേ. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് അല്ലേ, ഈ ഒരു പ്രോസസ്സിങ് തന്നെ എന്താണ്, ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചു കൊണ്ടാണ്. ഓൺലൈൻ ലേണിങ്, വിർച്വൽ ക്ലാസ് റൂംസുകൾ, അതുപോലെ തന്നെ പ്രൊവൈഡ് ആക്സസ് ടു ഡിജിറ്റൽ റിസോഴ്സുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർസുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫെസിലിറ്റേറ്റ് റിസർച്ച് ആൻഡ് അക്കാദമിക് പബ്ലിഷിംഗ് നടത്താനും റിസർച്ചുകൾ ഫെസിലിറ്റേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഇൻഫോർമേഷൻ സിസ്റ്റം, അതുപോലെ ഓൺലൈൻ അസസ്മെൻറ്റ്സുകൾ നടത്താനും, പിന്നെ അതുപോലെ ഇൻട്രാക്റ്റീവ് മൾട്ടിമീഡിയ കണ്ടൻസുകൾ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ്, എഡ്യൂക്കേഷൻ സെക്ടറിലും എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ന് വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എഡ്യൂക്കേഷനിലും കമ്പ്യൂട്ടർ അപ്ലൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബാങ്കിങ് ആണ്. ബാങ്കിങ്ങിൻ്റെ കാര്യം പറയേണ്ടതില്ല. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എന്തിലൂടെയാണ്, ത്രൂ കമ്പ്യൂട്ടേഴ്സാണ് അല്ലെങ്കിൽ ത്രൂ ഇലക്ട്രോണിക് ഡിവൈസസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ചെയ്തു പോരുന്നത് നമുക്ക് പറയാം, നമുക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. എന്താണ്, ഓൺലൈൻ ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് സർവീസസ്, അതുപോലെ ഓട്ടോമേറ്റഡ് ട്രാൻസാക്ഷൻസ് പ്രോസസ്സിങ്, അക്കൗണ്ട് മാനേജ്മെൻറ്റ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ദെൻ അതുപോലെ തന്നെ എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ലോൺ പ്രോസസ്സിങ് നടത്തുന്നത്, ഇതൊക്കെ എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്കിങ്ങിലും എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അടുത്തത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷനിലും എന്താണ്, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ, ഇൻട്രാക്ഷൻ നടത്തുന്ന കമ്പ്യൂട്ടർ നിർബന്ധമാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഓൺലൈനായിട്ട് നമുക്ക് മെസ്സേജുകൾ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൽ, അതുപോലെ ഇൻസ്റ്റൻറ്റ് മെസ്സേജ്, വീഡിയോ കോൺഫറൻസുകൾ, ഓഡിയോ ആയിട്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്നത് പോലെ ഓഡിയോ ആയിട്ട് അല്ലേ PPT പ്രസൻറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ എന്താണ്, നമുക്ക് ആശയവിനിമയം നടത്താൻ
കമ്മ്യൂണിക്കേഷനിലും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഹെൽത്ത് കെയറിൽ അല്ലേ, ആരോഗ്യ മേഖലയിലും എന്ത് ഉപയോഗിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്കറിയാം അല്ലേ. ഹെൽത്ത് റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇലക്ട്രോണിക് മെഡിക്കൽ ബില്ലിങ് നടത്താൻ വേണ്ടിയിട്ട്, അതുപോലെ ടെലിമെഡിസിൻസുകൾ, മെഡിക്കൽ റിസർച്ചുകൾ, ക്ലിനിക്കൽ ട്രയൽസുകൾ, പേഷ്യൻ്റ് എൻഗേജ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻസ് അത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഹെൽത്ത് കെയർ അനാലിറ്റിക്സ് നടത്താൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ അവിടെ ഹെൽത്ത് കെയറിലും അല്ലെ ആരോഗ്യ മേഖലയിലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലെവലിലാക്കി മാറ്റുന്നുണ്ട്. നെക്സ്റ്റ് പേഴ്സണൽ അല്ലേ, നമ്മുടെ പേഴ്സണലായിട്ട് ഉള്ള ലൈഫിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ഡിവൈസോ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. മൊബൈൽ ഫോൺ ഇല്ലാത്തവരുണ്ടോ? ഇല്ല, എല്ലാവർക്കും മൊബൈൽ ഫോണ് ഉണ്ട് ഇപ്പോൾ ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇതൊക്കെ ന്യൂസ് അറിയാൻ വേണ്ടിയിട്ട് എല്ലാം നമുക്ക് എന്താണ്, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ച് കൊണ്ട് തന്നെയാണ് നമ്മൾ അറിയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നത് അല്ലേ. ഓൺലൈൻ ഷോപ്പിംഗ് നമ്മൾ നടത്താറില്ല, മീഷോന്നും ആമസോണിലൊക്കെ ചെയ്യാറില്ല. ആൻഡ് കൊമേഴ്സുകൾ ചെയ്യാറുണ്ട്. ഡിജിറ്റൽ ഫോട്ടോഗ്രാഫീസുകൾ, എഡിറ്റിങ് നടത്താറുണ്ട്, റീൽസ് എടുക്കാറുണ്ട്, വീഡിയോസ് എടുക്കാറുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പാട്ട് കേൾക്കാറുണ്ട്. നമ്മളെ ഹാപ്പിനെസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഗതികൾ, എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ റിയൽ ലൈഫിലും നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പറയുന്നത് മിലിറ്ററി ആണ് അല്ലേ. മിലിറ്ററിയിൽ നമുക്കും അവിടെയും എന്താണ്, ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ സാന്നിധ്യമുണ്ട്. കാരണം മിലിറ്ററിക്കാർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ, അവർക്ക് ഭക്ഷണ ലോജിസ്റ്റിക്, സപ്ലൈ ചെയിന്, അതുപോലെ തന്നെ എന്താണ് സൈബർ സെക്യൂരിറ്റീസുകളായിട്ട്, കമാൻഡുകൾ, കൺട്രോൾ സിസ്റ്റം, ഇൻ്റലിജൻസ് ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് പോയിൻ്റ് ഇൻഷുറൻ്റെ കേസിലും എന്താണ് കമ്പ്യൂട്ടർ അപ്ലൈ ചെയ്യുന്നുണ്ട്. പോളിസീസുകൾ അല്ലെ മാനേജ് ചെയ്യാനും, അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ക്ലൈമിൻ്റെ അല്ലെ ഓട്ടോമാറ്റിക് ക്ലൈംസ് പ്രോസസ്സിങ് നടത്താനും, അതുപോലെ തന്നെ എന്താണ് കസ്റ്റമർ സർവീസസുകൾ കൊടുക്കാനും, റിപ്പോർട്ട് തയ്യാറാക്കാനും ഒക്കെ എന്താണ് ഇൻഷുറൻസിൻ്റെ കേസിലും ഈ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും മേഖലകളിൽ ആണ് കമ്പ്യൂട്ടറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലാക്കി മാറ്റുന്നത്. ഇതിലും എല്ലാ കാര്യത്തിലും ഉണ്ട്, പ്രധാനപ്പെട്ട കുറച്ച് മേഖലകളാണിത് പറഞ്ഞത്. അപ്പോൾ നന്നായിട്ട് കേട്ടിട്ട് നോട്ട് എഴുതിയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക. ഇത് പോയിൻറ്റ്സ് വൈസിൽ തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്നുകൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിനെ നിങ്ങൾ എലാബറേറ്റ് ചെയ്തിട്ട് എഴുതണം.